അപ്പോൾ അവളിങ്ങനെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്താണ് രണ്ടുപേർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവന്മാരാകപ്പാടെ പ്രശ്നക്കാരായിരുന്നു. കാരണം ഒരു ദിവസം ഒരു ചേച്ചി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിൽ ഒരാൾ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവള് നല്ലപോലെ ഒരു അടി കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഇതിന്റെ പുറകിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളോട് ഇവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ അതൊന്നും വകവെക്കാതെ അവളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവള് അടുത്തേക്ക് വന്ന സമയത്ത് അതിലൊരുത്തനെ അവളെ കയറി പിടിക്കുകയാണ്. പിടിച്ചിട്ട് അവൾ എങ്ങനെയൊക്കെയോ കുതറി അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് സീനിൽ കാണിക്കുന്നത്. പക്ഷെ ഇവന്മാരാകട്ടെ അവളുടെ പുറകിന് വീണ്ടും പോകുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്. അവൾ എങ്ങനെയൊക്കെ ഓടി നമ്മുടെ സുമതി ചേച്ചി അടുത്ത് വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. അപ്പൊ രണ്ടുപേര് അവളെ ആക്രമിക്കാൻ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവള് നോക്കുകയാണ്. നോക്കിയ സമയത്ത് അവിടെങ്ങും ആരെയും അവര് കണ്ടില്ല. അടുത്ത സീനിൽ വീണ്ടും അവളെ ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ അവൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഓടി അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ വീട്ടിലെത്തിയ സമയത്ത് അവളൊരു വാക്കത്തിയൊക്കെ ആയിട്ട് വീടിന് പുറത്തേക്ക് വന്ന് ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി വാടാ എന്ന് ഭയങ്കരമായിട്ട് ശബ്ദത്തോടു കൂടി പറയുകയാണ്. പക്ഷേ പെട്ടെന്ന് അവളുടെ അച്ഛൻ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അലിയുടെ അച്ഛനാകട്ടെ അവളുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവള് കുളിക്കാനായിട്ട് വീടിനടുത്തുള്ള ബാത്റൂമിലേക്ക് പോയ സമയത്ത് വീണ്ടും ഇവന്മാര് വന്ന് ഒളിഞ്ഞു നോക്കാനായിട്ട് പോവാണ്. ശരിക്കും അവളെ ഉപദ്രവിക്കുന്നതിന് മുന്നേ അവളുടെ അച്ഛനെ തല്ലിക്കൂട്ടാമെന്ന് പറഞ്ഞിട്ട് അവര് റൂമിനകത്ത് കയറി അവളുടെ അച്ഛനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛന്റെ ശബ്ദം കേട്ടിട്ട് അവള് പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് ഓടി വെളിയിലേക്ക് വരുന്നു. അങ്ങനെ അവള് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് അച്ഛനാകട്ടെ പറയുന്നുണ്ട്, മകളെ നീ റൂമിലേക്ക് കയറരുത്, നീ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ്. അപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ഈ കതവിൽ വന്ന് കൊട്ടിയതൊക്കെ ഈ രണ്ടുപേരായിരുന്നു. കാരണം അന്ന് ഇവള് പ്രതികരിച്ചത് കൊണ്ട് ഇവക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ശരിക്കും ഇവളുടെ പുറകിന് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു വന്നത്.